നമസ്കാരം. ലോക്കോസ് ആപ്പിൽ അയൽക്കൂട്ടങ്ങളുടെ റെഗുലർ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൽ ഗ്രൂപ്പ് ട്രാൻസാക്ഷനിലെ ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അയൽക്കൂട്ടത്തിന്റെ റെഗുലർ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ ഒരു പീരീഡിൽ അയൽക്കൂട്ടം ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ ഡേറ്റാസ് എൻ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് എന്നൊരു ഫീൽഡ് കാണുന്നുണ്ട്. അതായത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അയൽക്കൂട്ടം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. ഇവിടെ വിഒ, CLF, ബാങ്ക് എന്നീ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ കഴിയും. അയൽക്കൂട്ടം വിഒയിലോ CLFലോ ബാങ്കിലോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകാം. അയൽക്കൂട്ടം വിഒയിലോ CLFലോ റെഗുലർ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ ഒരു പീരീഡിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ വിഒ, CLF സെലക്ട് ചെയ്താൽ മതി. വിഒ, CLF സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭ്യമാകുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വോളണ്ടറി സേവിങ്സ്, കമ്പൽസറി സേവിങ്സ്, ഷെയർ ക്യാപിറ്റൽ, അതർ സേവിങ്സ് എന്നിവയാണ്. ബാങ്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റായി വരുന്നത്. റെഗുലർ ട്രാൻസാക്ഷൻ പീരീഡിൽ അയൽക്കൂട്ടം ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകാം. ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റായി ഫിക്സഡ് ഡിപ്പോസിറ്റ് നൽകാം. ഫിക്സഡ് ഡിപ്പോസിറ്റ് അയൽക്കൂട്ടങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. മോഡ് ഓഫ് പേയ്മെന്റ് നൽകണം. ക്യാഷ് ആണോ, ബാങ്ക് ആണോ, ഓൺലൈൻ ട്രാൻസ്ഫർ ആണോ ആ ഡീറ്റെയിൽസ് നൽകാം. ചെക്ക് നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം എമൗണ്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് സേവ് നൽകുക. നമ്മൾ അയൽക്കൂട്ടത്തിന്റെ ഒരു ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉദാഹരണമായി ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് റെഗുലർ ട്രാൻസാക്ഷൻ പീരീഡിൽ ഉണ്ട് എങ്കിൽ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് വീണ്ടും നമ്മൾ മെയിൻ മെനുവിലേക്ക് പോകുന്നു. ഇനി അടുത്തതായി നമ്മൾക്ക് ചെയ്യുവാനുള്ളത് ന്യൂ ബോറോവിങ്സ് എന്ന ഫീൽഡാണ്. ന്യൂ ബോറോവിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൽക്കൂട്ടത്തിന്റെ റെഗുലർ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ ഒരു പീരീഡിൽ അയൽക്കൂട്ടത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ ബോറോവിങ്സിന്റെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വരുന്ന പേജിൽ ഡാറ്റാസ് എൻ്റർ ചെയ്യാം. ഇവിടെ നമ്മൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് വിഒ, CLF, ബാങ്ക് എന്നീ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ കാണുന്നത്. വിഒയിൽ നിന്നോ CLFൽ നിന്നോ ബാങ്കിൽ നിന്നോ അയൽക്കൂട്ടത്തിന് റെഗുലർ ട്രാൻസാക്ഷൻ പീരീഡിൽ ബോറോവിങ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ നൽകാം. വിഒയിൽ നിന്നും സാധാരണയായി അയൽക്കൂട്ടത്തിന് കിട്ടുന്ന ബോറോവിങ്സ് VRF ആണ്. റെഗുലർ ട്രാൻസാക്ഷൻ പീരീഡിൽ VRF ഏതെങ്കിലും അയൽക്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകാം. അതിന് ഫണ്ട് സോഴ്സ് ഉണ്ട്. ഫണ്ട് സോഴ്സിൽ VRF സെലക്ട് ചെയ്ത് ആ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകാം. CLF ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് CLFൽ നിന്നാണ് അയൽക്കൂട്ടത്തിന് ബോറോവിങ്സ് റെഗുലർ ട്രാൻസാക്ഷൻ പീരീഡിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ ഫണ്ട് സോഴ്സ് ചോദിക്കുന്നുണ്ട്. ഫണ്ട് സോഴ്സ് സാധാരണ CLFൽ നിന്നും അയൽക്കൂട്ടങ്ങൾക്ക് കിട്ടുന്ന ബോറോവിങ്സ് KSBCDC ലോണ്, CIF, CEF അങ്ങനെയുള്ള ലോണുകളാണ് സാധാരണഗതിയിൽ അയൽക്കൂട്ടങ്ങൾക്ക് ലഭ്യമാകുന്നത്. റെഗുലർ ട്രാൻസാക്ഷൻ പീരീഡിൽ CDSൽ നിന്നും അയൽക്കൂട്ടത്തിന് ഈ തരത്തിലുള്ള ഏതെങ്കിലും ലോണുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകാം. ഇനി റെഗുലർ ട്രാൻസാക്ഷൻ പീരീഡിൽ ബാങ്കിൽ നിന്ന് ലിങ്കേജ് ലോണ് ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും നമുക്കിവിടെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഏത് തരം ലോണാണോ, ഏത് തരം ബോറോവിങ്സ് ആണോ അയൽക്കൂട്ടത്തിന് കിട്ടിയത് ആ ഡീറ്റെയിൽസ് ഫുള്ളും എൻ്റർ ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് വീണ്ടും നമ്മൾക്ക് മെയിൻ മെനുവിലേക്ക് പോകാം. അടുത്തതായി ചെയ്യേണ്ടത് CC ലിമിറ്റാണ്. CC ലിമിറ്റ് എന്നത് നമുക്ക് ബാധകമല്ല. അപ്പം CC ലിമിറ്റ് എന്ന സെക്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്തതായി റെസിപ്റ്റ് ആൻഡ് ഇൻകം എന്ന ഫീൽഡാണുള്ളത്. റെസിപ്റ്റ് ആൻഡ് ഇൻകം എന്ന ഹെഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്